ലോകത്ത് ഓരോ 40 മിനിറ്റിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് വർഷത്തിൽ 1.5 ലക്ഷത്തിലധികം പേർ ജീവനൊടുക്കുന്നുവെന്നും രേഖകളുണ്ട്. ഇത് കേരളത്തിലേക്ക് വന്നാൽ ഒരു വർഷം 10,000-ഓളം പേർ ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. അതായത് ഇന്ത്യയിൽ ആത്മഹത്യാ നിരക്കിൽ 4ാം സ്ഥാനത്താണ് നമ്മുടെ കൊച്ചു കേരളം. നഗരങ്ങളുടെ കണക്കെടുത്താൽ കൊല്ലം ജില്ലയാണ് രാജ്യത്ത് 1ാം സ്ഥാനത്ത്. ഈ കണക്കുകൾ ഭയപ്പെടുത്തുന്നതിനൊപ്പം സാക്ഷര കേരളത്തിന് അപമാനം കൂടിയാണ്. എന്തുകൊണ്ടാണ് മലയാളികൾ ഒരു പ്രശ്നത്തെ നേരിടാൻ കഴിയാതെ 2 മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മക്കൾ വഴിപിഴച്ച് പോയാലോ ഏതെങ്കിലും ചതിയിൽപ്പെട്ടാലോ അതിന്റെ വിഷമവും വേദനയും അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന സംഭവങ്ങളിൽ അച്ഛനും അമ്മയും നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് 16-കാരി പീഡനത്തിനിരയായ ഒരു സംഭവം പുറത്തു വന്നതാണ്. കേസിൽ പ്രതിയായ പഞ്ചായത്ത് അംഗത്തിനെതിരെ കുടുംബം നിയമ പോരാട്ടം നടത്തിവരികയായിരുന്നു. അതിനിടെ ആ പെൺകുട്ടിയുടെ അച്ഛൻ ജീവനൊടുക്കിയെന്ന നടുക്കുന്നൊരു വാർത്ത കേട്ടു. അമ്മയും ആത്മഹത്യാ ശ്രമത്തിനിടെ ഗുരുതരാവസ്ഥയിലാണ്. എന്തിനാണ് അവളുടെ മാതാപിതാക്കൾ കടും കൈ ചെയ്തത്? പോലീസ് അന്വേഷിക്കണം. സ്കൂളിൽ നാടകം പഠിപ്പിക്കാനെത്തിയതായിരുന്നു മണിവർണ്ണൻ. ഇതിനിടെ കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാം എന്ന് പറഞ്ഞ് പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ മാതാപിതാക്കൾ നാടകത്തിൽ അഭിനയിക്കുന്നതിൽ നിന്ന് കുട്ടിയെ വിലക്കി. അതോടെ മണിവർണ്ണൻ ഒരു ദിവസം കുട്ടിയെ ബലമായി പിടിച്ചു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. ഇതിനെതിരെ കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. പോലീസ് മണിവർണ്ണന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ രാത്രി 12 മണിക്ക് ശേഷം 1000-ലധികം തവണ കുട്ടിയെ വിളിച്ചതായി കണ്ടെത്തി. തുടർന്ന് പോക്സോ വകുപ്പ് പ്രകാരം മണിവർണ്ണനെ അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ ഫോൺ ശാസ്ത്രീയമായി പരിശോധന നടത്തിയപ്പോൾ മണിവർണ്ണൻ കുട്ടിക്കയച്ച വാട്സപ്പ് വീഡിയോകളടക്കം പോലീസ് കണ്ടെത്തി. ഇക്കാര്യം പോലീസ് വീട്ടിൽ അറിയിച്ചു. ഇതോടെ മാനസിക വിഷമത്തിലായിരുന്നു കുടുംബം. ഇതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടിയുടെ പിതാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പെൺകുട്ടിയുടെ അമ്മയും പിതാവിനൊപ്പം തൂങ്ങിമരിക്കാൻ ശ്രമിച്ചു. കയറുപൊട്ടി നിലത്ത് വീണ ഇവർ പിന്നീട് 2 കൈകളുടെയും ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണിവർ. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 കൊട്ടാരക്കര.